ഹായ് ഹലോ, ഇത് നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകാൻ റെഡി ആയിട്ടോ. ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക് കൊടുക്കാൻ കേട്ടോ, അതും കൂടെ ഇടാം നമുക്ക്. ഞാൻ മാഴ്സിന് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ആകെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിടാം. ഓക്കെ സെറ്റ്. വാ നമുക്ക് പോകാം. ഷോപ്പിംഗ് മുടങ്ങി ഗൈസ്. നമുക്ക് മഴ കഴിഞ്ഞു. ഇനി മഴ ചോരാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ മഴ കാണിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ ബാൽക്കണി വ്യൂ. നിങ്ങൾക്ക് മഴ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണും. പോകാൻ പറ്റാത്ത മഴ, കാരണം നമ്മുടെ കയ്യിൽ റെയിൻ കോട്ടും ഇല്ല. ഇനി മഴ ചോർന്നിട്ട് നമുക്ക് പുറത്ത് പോകാം കേട്ടോ. ഫൈനലി മഴ പോയി. മഴ പോകാൻ കാത്തിരുന്ന് നമ്മൾ രാത്രിയായേ പുറത്തെത്താൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ എനിക്കെൻ്റെ വാവയ്ക്ക് ഒരു മാജിക്കൽ സ്ലേറ്റ് മേടിക്കണമായിരുന്നേ. അതിന് 1-2 കടയിൽ കയറിയിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത്. ഈ കടയിൽ പോയപ്പോൾ താഴ്ന്ന ചേച്ചി പറഞ്ഞു മേലെ ഉണ്ടെന്ന്. മേലെ പോയപ്പോഴോ സാധനം കയ്യിലില്ല. അങ്ങനെ ഞങ്ങൾ ചുമ്മാ പോയതല്ലേ എന്ന് വിചാരിച്ച് 1-2 റൗണ്ട് കറങ്ങിയിട്ടാണ് അടുത്ത ഷോപ്പിലേക്ക് പോയത്. പുറത്ത് ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കോട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ 2 കോട്ടും കൂടെ മേടിച്ചു കേട്ടോ. 100 രൂപേൻ്റെ കോട്ടാണ് മേടിച്ചത്. അതിന് പേയ്മെൻറ്റ് ചെയ്ത് പുറത്തെത്തിയപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ നെക്സ്റ്റ് കടയിൽ കയറി കേട്ടോ. ഇവിടെ നമുക്ക് സാധനം കിട്ടി. ഏതൊരു ബോയ്സിൻ്റെ വീക്ക്നെസ് ആണല്ലോ ഹോട്ട് വീൽസ്. അപ്പോൾ അത് തപ്പി ചുമ്മാ ഒന്ന് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സാധനം കൈ കിട്ടി കേട്ടോ. ഇത് ചെക്കൻ ഇഷ്ടപ്പെടുമോ എന്തോന്ന് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മേടിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ട്രിവാൻഡ്രത്ത് ഫേമസ് രാമേൻ കടയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇവിടുത്തെ കൊള്ളാമെന്നും കേട്ടിട്ടാണോ ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ആരും കണ്ടില്ല. ഞങ്ങളായിരുന്നേ ഫസ്റ്റത്തെ കസ്റ്റമർ. അപ്പോൾ എനിക്കെന്തോ ചെറിയൊരു ഡൗട്ട് തോന്നി. ഫുഡ് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ. അതൊക്കെ പോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഫാമിലീസ് കുറേ പേര് വന്നു കേട്ടോ. കുറേ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ കുറേ പേര് എത്തി. അത് കഴിഞ്ഞ് നമ്മൾ മെനു കാർഡൊക്കെ നോക്കിയിട്ട് രാമേൻ തിരഞ്ഞു കേട്ടോ. അവിടുത്തെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള രാമേൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരേതോ ഒരു സ്പെഷ്യൽ ഷെഫ് ചിക്കൻ അങ്ങനെ എന്തോ ഒരു സാധനമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് തന്നെ മേടിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ കേട്ടതൊക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണ്. കേട്ട് കേൾവിയിലുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു സാധനം. എനിക്ക് ഓക്കെ ആയിരുന്നേ. പക്ഷേ ഈ മുതലിന് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സാധനം. ഇനി കഴിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഇല്ല. പക്ഷേ ഒരു പ്രാവശ്യം കൂടിയൊക്കെ ട്രൈ ചെയ്യാവുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. കാരണം ചിക്കനും എഗ്ഗും വെജിറ്റബിൾസും എല്ലാം കൂടെ ഉള്ളൊരു ഡിഷാണല്ലോ. അതുകൊണ്ട് വലിയ തരക്കേടില്ല. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു സാധനം അതെന്തിനാന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനും പോയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല, ഫുഡ് അതെന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം.